അസ്സലാമു അലൈക്കും. ഒരത്ഭുത അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് എന്ന് തോന്നിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ ഇതുണ്ടായിട്ടുള്ള സംഭവമാണ്, 100% സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് ചെയ്യൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. ഇല്ല, നിങ്ങളിത് വെള്ളിയാഴ്ചയല്ല കാണുന്നത്, മറ്റൊരു ദിവസമാണെങ്കിലും കുഴപ്പമില്ല. ഏതൊരു ദിവസത്തിലും ഇത് ചെയ്തു തുടങ്ങാവുന്നതാണ്, ചൊല്ലി തുടങ്ങാവുന്നതാണ്. ഒരു കാര്യം മാത്രം മനസ്സിൽ നിങ്ങൾ നിയ്യത്ത് വെക്കുക. ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അമലിനെ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ആവശ്യത്തെ റബ്ബ് സുബ്ഹാനഹു തആല എനിക്ക് സാധിപ്പിച്ച് തരണം. ആ ഒരു പരിപൂർണമായിട്ടുള്ള വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ആ ഒരു നിയ്യത്ത് നിങ്ങളുടെ മനസ്സിലുള്ളെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ, വെള്ളിയാഴ്ച ദിവസത്തിൽ, ഇപ്പോൾ ഇതാ നമുക്ക് ജുമയുടെ ടൈം ആയിട്ടുണ്ട്. ഈ ടൈമിലോ അല്ലെങ്കിൽ ഇന്ന് മഗ്‌രിബിന് മുമ്പായിട്ടോ ഇശാഇന് മുമ്പായിട്ടോ നിങ്ങളിത് നിയ്യത്ത് വെച്ചോളും. അല്ലെങ്കിൽ മറ്റേത് ദിവസത്തിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതുമാണ്. എന്ത് ചെയ്യാമെന്നറിയോ? ആദ്യം ഞാനിതിൻ്റെ ആ ഒരു കാര്യം പറയാം കേട്ടോ. ഞാൻ ഒരുപാട് നാളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു ജോലിയില്ല എന്നുള്ളത്. അവനെങ്ങനെയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കമ്പനികളിൽ കൂടെ CV അയച്ചിട്ടും, അതേപോലെ തന്നെ ഓരോ ആളുകളെ കാണുമ്പോഴും അവരോടൊക്കെ എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, എവിടെയെങ്കിലും ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ, പഠിച്ച ജോലിക്കല്ലാത്ത ജോലിയാണെങ്കിൽ പോലും ഞാൻ പോയിക്കോളാം എന്നുള്ള സ്ഥിതിയിലെത്തി. കാരണം ഓരോ കമ്പനിയിൽ ചെല്ലുമ്പോഴും ഓരോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഇതെനിക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകും. പക്ഷേ പിന്നെ അതിനെക്കുറിച്ചിട്ട് യാതൊരു വിവരവും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സഹോദരന്മാരും അല്ലെങ്കിൽ ഓരോ ആങ്ങളമാരും ഓരോ ഉപ്പമാരും ഓരോ ഭർത്താക്കന്മാരും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ ഉമ്മമാർക്കോ അവരുടെ ഭാര്യമാർക്കോ അവരുടെ മക്കൾക്കോ ഒക്കെ ചെയ്തു നോക്കാം. ഇനി പെങ്ങൾക്കാണെങ്കിൽ അവൾക്കും ചെയ്തു നോക്കാം. എന്താണെങ്കിലും നമ്മുടെ നിയ്യത്ത് നന്നായാൽ മതി. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഒരിക്കലും നിങ്ങളിതൊരാളുടെ നാശത്തിന് വേണ്ടിയിട്ട് അവന് അങ്ങനെ ചെയ്യാതിരിക്കട്ടെ, അല്ലെങ്കിൽ അവൻക്കത് കിട്ടാതിരിക്കട്ടെ, ഈ രീതിയിലൊന്ന് നിയ്യത്ത് വെച്ചിട്ട് ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്യാതിരിക്കട്ടെ. കാരണം അതിൻ്റെ ആ ഒരു ഭവിഷ്യത്ത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചെത്തും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ആദ്യം തന്നെ നല്ല രീതിയിൽ നിയ്യത്ത് വെക്കുക. എൻ്റെ ആവശ്യത്തെ റബ്ബ് സുബ്ഹാനഹു തആലയ പടച്ച തമ്പുരാനെ നിങ്ങൾ റെഡിയാക്കി തരണം എന്ന് പറഞ്ഞ് നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് പടച്ചവൻ്റെ ആ തിരുസന്നിധിയിൽ ഇരുന്നിട്ട് ആത്മാർത്ഥതയോടുകൂടെ നമ്മൾ കുറച്ച് ഇസ്തിഗ്ഫാറിന് ചെല്ലാം. ആത്മാർത്ഥതയോടുകൂടെ എന്ന് എന്തിനാ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ തവണ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ വിചാരിക്കും ഇനി ഞാൻ ചെയ്യൂല റബ്ബേ പൊരുത്തപ്പെട്ട് തരണേ എന്ന് നമ്മൾ പറയും. പക്ഷെ വീണ്ടും ആ ഒരു തെറ്റ് നമ്മൾ വീണ്ടും ചെയ്യും. എത്രയോ ആളുകൾ ഇന്ന് ഒരുപാട് തിന്മകൾക്ക് അഡിക്റ്റാണ്. ഞാൻ പറയണ്ടല്ലോ, കാരണം ഈ ഒരു ഫോൺ മുഖാന്തരം തന്നെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. ഓർഗാസം പോലെയൊക്കെ ഒരുപാട് ആളുകൾ തെറ്റിന് അഡിക്റ്റായിട്ട് അവർക്ക് അതിൽ നിന്നൊന്ന് പിന്മാറാൻ പോലും പറ്റാത്ത രീതിയിൽ അഡിക്റ്റായി പോയിട്ടുള്ള സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട്, സഹോദരിമാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു സൊല്യൂഷനാണിത്. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അമലുകൾ നമ്മൾ പൂർണ്ണമായിട്ടും പടച്ചോൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നിട്ട് നമ്മൾ ചെയ്യുക. ഒരിക്കലും ഞാൻ ഇനി ആ ഒരു തെറ്റിലേക്ക് പോകില്ല എന്ന് പൂർണ്ണമായിട്ടും മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ ഓരോ അമലുകളും ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചൊല്ലുക. നമ്മൾ ചെയ്തു പോയിട്ടുള്ള തെറ്റുകളുണ്ടല്ലോ, ആ തെറ്റുകൾ ഓരോന്നും ഏറ്റ് പറയുക. ഈ ഫോൺ കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് തെറ്റുകൾ കാണുന്നുണ്ട്. ഈ ഫോൺ തുറന്നിട്ടുണ്ടെങ്കിൽ ഓരോ ആഡ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഫോൺ എങ്ങനെയാണ് കൊടുക്കുക എന്ന് തോന്നിപ്പോകും. പുതുതലമുറയെ നശിപ്പിച്ച് പറ്റുന്ന വിധത്തിലുള്ള ആഡ്സും പരസ്യങ്ങളും ഷോർട്സുകളും റീൽസുകളാണ് ഇന്ന് നമ്മുടെ വീഡിയോസിലുള്ളത് ഓരോരുത്തരുടെയും. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, കുട്ടികളുടെ കയ്യിൽ ഒക്കെ ഫോൺ കൊടുക്കണ ആ ഒരു ടൈമിൽ നമ്മളൊന്ന് പരിശോധിക്കുക അവരെന്താണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്ന ആ ഒരു കാര്യം, ജോലിയില്ലാതെ വിഷമിച്ചിരുന്ന ആളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത ആളാണ്, നമ്മുടെ ഫാമിലി മെമ്പറാണെന്ന് തന്നെ പറയാം. അങ്ങനെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട്
നമ്മൾ എങ്ങനെയെന്നാ പറയുക, മരിക്കുമെന്ന മരിക്കൂല, ജീവിക്കുമെന്ന ജീവിക്കൂല, ആ ഒരു സ്ഥിതിയിൽ പോകൂലേ. ലോണുകളായ ലോണുകളും കടങ്ങളായ കടങ്ങളും അതേപോലെ തന്നെ ഓരോ ആളുകളുടെ നിന്നും ഒരുപാട് പൈസ അടക്കം കടം വാങ്ങിയിട്ട് അവരുടെ ഒന്നും മുമ്പിൽ കൂടെ പോലും ചെല്ലാൻ കഴിയാതെ തൻ്റെ ഭാര്യയുടെ സ്വർണം പോലും പണയം വെച്ചിട്ട് വിസിറ്റിങ്ങിനായിട്ട് കയറി വിസക്ക് പോയി നിന്ന് ജോലി അന്വേഷിച്ച് ജോലി കിട്ടാത്ത ആ ഒരവസ്ഥ വരുമ്പോൾ കയ്യിലുള്ള പണവും തീർന്നു പോകുകയാണ്. ഇനി എങ്ങനെയാണ് എൻ്റെ ചിലവുകൾ നടക്കുക എന്നാലോചിച്ച് ആകെ ടെൻഷൻ അടിച്ച് ഡിപ്രഷൻ അടിച്ച് ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോയിരുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്തു, ഇവരുടെ ഭാര്യ, അതായത് ഈ സഹോദരൻ്റെ ഭാര്യ നല്ല രീതിയിൽ പടച്ചോൻ്റെ മുമ്പിൽ ഇരുന്നാണ് കരഞ്ഞു. കാരണം എന്താണ് റബ്ബേ എനിക്ക് മാത്രം ഇങ്ങനെ, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടില്ലുള്ളൂ, അന്ന് മുതൽ ഞാൻ തുടങ്ങിയതാണ്. കുറച്ച് ആദ്യകാലങ്ങളിലൊക്കെ നല്ല സുഖമായിരുന്നു. പക്ഷേ പിന്നീടുള്ള ജീവിതം എന്താണ് സംഭവിച്ചത്? അവരുടെ കൂടെയുള്ള ആളുകളൊക്കെ നല്ല രീതിയിൽ ഉന്നതിയിൽ എത്തിപ്പോവുകയാണ്. പക്ഷെ എനിക്ക് മാത്രം എന്താണ്, എൻ്റെ ജീവിതം മാത്രം എന്താണ് എവിടെ എത്തിപ്പെടാത്തത് എന്നീ ഭാര്യ മനസ്സറിഞ്ഞ് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് കരയാണ്. എനിക്കൊരു വഴി കാണിച്ചു തരണം, എൻ്റെ ഇക്കാക്ക്, എൻ്റെ ഭർത്താവിന് നല്ലൊരു ജോലി വേണം റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് പടച്ചോൻ്റെ മുമ്പിലിരുന്ന് കരഞ്ഞ് ഒരല്പം ഇസ്തിഗ്ഫാറും ചൊല്ലിയിട്ട് എന്ത് ചെയ്യാണ്, അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് മുത്ത് റസൂലിൻ്റെ പേരിൽ നമ്മൾ സലാത്ത് ചൊല്ലുക എന്നുള്ളത്. ആ സലാത്തിനെ ഒരു 11 തവണ നമ്മൾ ചൊല്ലുകയാണ്. അവർ ചൊല്ലിയതിന് ശേഷം 2 കൈയും ഉയർത്തി പടച്ചോനോട് പറയാണ്, റബ്ബേ എൻ്റെ റസൂലിൻ്റെ ബർക്കത്ത് കൊണ്ട്, ഞാൻ ഈ ചെല്ലുന്ന സലാത്തിൻ്റെ ബർക്കത്ത് കൊണ്ട്, റബ്ബേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് എൻ്റെ ആവശ്യങ്ങൾക്കൊന്ന് നടത്തി തരണേ. ഒരുപാട് ഇടങ്ങേറാകുന്നുണ്ട്. കാരണം ഈ സ്ഥിതിയിലാണ് എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും പോക്കെങ്കിൽ ഞങ്ങൾ ശരിക്കും ഭ്രാന്തന്മാരായി പോകും. ഞങ്ങൾക്ക് ചിലപ്പോൾ ജീവിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പല ബുദ്ധിമോശങ്ങളും ചിലപ്പോൾ കാണിച്ചു എന്ന് വരും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ, ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് അതിയായി മനസ്സുരുക്കി പടച്ചോൻ്റെ മുമ്പിലിരുന്ന് കരയാണ്. അതിന് ശേഷം അവർ ആ പരിശുദ്ധമായിട്ടുള്ള വാക്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ ഒരു നിശ്ചിത എണ്ണത്തിൽ ചൊല്ലാൻ തുടങ്ങി. 12,000 തവണയും 1,00,000 തവണയൊക്കെ ചൊല്ലുന്ന രീതികൾ നമുക്കറിയാം അല്ലേ. ഇവരിതിൽ തിരഞ്ഞെടുത്തുള്ളത് 12,000 തവണയായിരുന്നു. അപ്പോൾ ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കൊണ്ടല്ല ചൊല്ലിയത്, ഒരാഴ്ച കൊണ്ടും അല്ല ചൊല്ലിയത്, 10 ദിവസം കൊണ്ട് ഇവരിത് ചൊല്ലിത്തീർത്തു. 10 ദിവസം കൊണ്ട് ഇത് ചൊല്ലിത്തീർത്തതിന് ശേഷം പടച്ചോൻ്റെ മുമ്പിലിരുന്നിട്ട് വീണ്ടും കരയാണ്, റബ്ബേ നിങ്ങൾ അനുഗ്രഹമായിട്ട് തന്നിട്ടുള്ള ആ ഒരു ജോലി ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ജോലിയിൽ നിന്ന് ഞങ്ങൾക്കിനി മുടക്കം, ഒരു തടസ്സം ആ ജോലിയിൽ വരരുത്. കാരണം ഈ ഒരു സ്ത്രീ ഇത് ചൊല്ലി തുടങ്ങി കുറച്ചായപ്പോഴേക്കും ഇവരുടെ ഭർത്താവിന് ജോലി ലഭിക്കുകയാണ്. ഇൻ്റർവ്യൂ പാസ്സായിട്ടുണ്ട്, ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് വിളി വരികയാണ്. കുറച്ചായിട്ടുള്ളൂ ചൊല്ലി തുടങ്ങിയിട്ട്. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരവിടെ നിർത്തിയില്ല. ഓരോ 1000 തവണ കഴിയുമ്പോഴും മുത്ത് റസൂലിൻ്റെ പേരിൽ 11 സലാത്ത് വീതം അവർ വീണ്ടും വീണ്ടും ചൊല്ലുകയാണ്. എന്തുകൊണ്ടാണ്? പടച്ചോനോടുള്ള ആ ഒരു അടിയുറച്ച വിശ്വാസം കൊണ്ട്. എൻ്റെ റബ്ബ് എന്നെ കഷ്ടപ്പെടുത്തൂല. കാരണം 6-7 മാസത്തോളം അയാൾ ഇവിടുന്ന് പോയിട്ട് വിസിറ്റിങ്ങിന് പോയിട്ട് പുതുക്കി നിന്നിട്ട് ജോലിയില്ലാതെ അത്രയും മനസ്സമാധാനമില്ലാതെ മനസ്സിൻ്റെ ആ ഒരു പ്രഷർ താങ്ങാനാകാതെ ഒരു ഭ്രാന്തനെ പോലെ ആയിപ്പോയിരുന്നു എന്നാണ്. അപ്പോൾ അത്രയും ഇടങ്ങേറായി നിന്നോടത്തുനിന്ന് അയാൾക്ക് ഇത്രയും പെട്ടെന്ന് ആ ജോലി കിട്ടണമെങ്കിൽ ആ ഉമ്മ അല്ലെങ്കിൽ ആ ഒരു ഭാര്യ അത്രയും മനസ്സാന്നിധ്യത്തോടു കൂടെ തന്നെ പടച്ചോനിൽ അത്രയധികം വിശ്വസിച്ചിട്ടായിരിക്കും ആ ഒരു അമല് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫലം മാത്രമാണ് അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ആ ഒരു അമലിനെ, ആ ഒരു വചനത്തെ നിങ്ങളെല്ലാവരും ചൊല്ലാൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസത്തിലെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സമയത്ത് നമ്മളെല്ലാവരും നമ്മുടെ ഓരോ മിനിറ്റും അത്രയും വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രയോജനപ്പെടുത്താം. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം. നിങ്ങൾ ഈ ഒരു അറിവിനെ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രമിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.